അങ്ങനത്തെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി പോകുന്നതേ വാഗ ബീച്ചിലോട്ടാണ്. ഗോവയിലെ ഏറ്റവും തിരക്കേറിയ ഒരു ബീച്ചാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പം നമ്മുടെ ഗോവയിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഗ ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ തന്നെ ഗോവയിലെ യാത്രാവിശേഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗോവൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. miles from a plane. It's too late to learn to listen. Too late to be നമ്മുടെ ബാഗ് അവിടെ ഇല്ലേ ബാഗില്? how many yesterdays are between us now. നമ്മളിപ്പം ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ബീച്ചിൽ കുറച്ചു നേരം നമുക്ക് സമയം ചെലവഴിക്കാം. അങ്ങനെ നമ്മൾ ഗോവ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗോവയിലെ വാഗ ബീച്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോവ ബീച്ചിലെ കളികൾ, അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു. അപ്പം ഇവിടുത്തെ കളികളും സംഭവങ്ങളും കണ്ടു നോക്കാം. അറിയില്ല, കണ്ടോ? 500 ആയൂല, എത്രയാണെന്ന് അറിയില്ല. അതിനൊക്കെ പൈസ കൊടുക്കണടി, വെറുതെ ഇരിക്കാനല്ല. വാ, ബീച്ചിൽ വന്നല്ലേ, വാ അവിടെ പോയിട്ട് വരാം. നമ്മൾ തന്നെ ഗോവയിലെ വാഗ ബീച്ചിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പം സമയം എന്ന് പറയുന്നത് 2 മണിയാണ്. 2 മണിക്കാണ് ഞങ്ങൾ ഈ ബീച്ചിലോട്ട് വന്നിരിക്കുന്നത്. ബീച്ചിലെ കാഴ്ചകൾ ശരിക്കും രാത്രിയിലാണ്. നമ്മൾ പിന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഓരോ ബീച്ചിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. രാത്രിയിൽ വേറെ ബീച്ചിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തു. ഗോവയിലെ ഈ വാഗ ബീച്ചിലെ ഒരുപാട് വാട്ടർ ഗെയിമുകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ടിക്കറ്റും ഉണ്ട്. പാരാസൈക്ലിങ്, ബോട്ട്, സ്പീഡ് ബോട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ കോവളത്താണ് വിദേശികൾ കൂടുതലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഗോവയിലായിരിക്കും. ഇവിടെ കയറി നല്ല ഫോട്ടോ എന്താ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതുണ്ടോ, എല്ലാവരും വെള്ളത്തിൽ കളിയാണ്. എൻ്റെ വേക്കിൽ എല്ലാവരും വെള്ളത്തിൽ കളിയാണ്.
സിക്ക് ഇറങ്ങുന്നില്ല. സിക്മേഷ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ. കൊച്ചിനെ പിടിക്കണമെന്ന്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പാരാച്യൂട്ടൊക്കെ ഉണ്ട്. ഗോവയിൽ പ്രധാനമായിട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. അതിൽ ബാഗ ബീച്ചും കാൻഡിലം ബീച്ചും നല്ല തിരക്കേറിയ ബീച്ചുകളാണ്. അപ്പം ഞങ്ങൾ ഈ 2 ബീച്ചിലും പോകുന്നുണ്ട്. കാൻഡിലം ബീച്ചിൽ ഞങ്ങൾ രാത്രിയിലാണ് പോണത്. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലെ വാഗ ബീച്ചിലാണ്. മനോഹരമായ കാഴ്ചകളും അടിപൊളി എൻജോയിങ്. അപ്പം ഒരു ലൈക്ക് അടിക്കാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ ചൂടുണ്ടെങ്കിലും നമുക്ക് ഈ ബീച്ചിലെ കാറ്റ് കാരണം നമുക്ക് ചൂടത്ര ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും വെള്ളത്തിൽ കളിയാണ്. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ ബെഡിന് 200 രൂപയാണ് 1 മണിക്കൂറിന്. ഇതുണ്ട്, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, ഉപയോഗിക്കാം. ഈ ബീച്ചിലൊക്കെ കൂടുതൽ ജനങ്ങൾ എത്തുക രാത്രിയാണ്. രാത്രി ഈ ബീച്ചിൻ്റെ മുഖം മാറും. ഈ കാണുന്നതൊന്നുമല്ല, അടിപൊളിയാണ്. പക്ഷേ രാത്രി ഞങ്ങൾ മറ്റൊരു ബീച്ചാണ് തിരഞ്ഞെടുത്തത്. ബാഗ ബീച്ചിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഗോവയിലോട്ട് എത്തിയതും അതിനുശേഷം നമ്മൾ ഡോൾഫിൻ പോയിൻറ്റിൽ പോയ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ. അടുത്ത തിരമാല വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് എഴുതി നോക്കിയതാണ്. അപ്പം നമ്മുടെ പേര് പൂർത്തിയാകുന്നതിന് മുന്നേ വെള്ളം വന്ന് നമ്മുടെ പേര് കൊടുത്തു. ഞങ്ങൾ ഗോവയിലേക്ക് യാത്ര പ്ലാൻ ചെയ്തപ്പം ഒരുപാട് സൈറ്റുകളിൽ കയറിയിട്ട് നോക്കി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഇങ്ങോട്ടുള്ള പാക്കേജുകൾ ഞങ്ങൾ വാച്ച് ചെയ്തു. പക്ഷേ നല്ലൊരു പാക്കേജ് നമുക്ക് കിട്ടിയിരുന്നില്ല. കാരണം എല്ലാവരും ഭയങ്കര കത്തി റേറ്റാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ വന്നത് നല്ല ഒരു ബഡ്ജറ്റ് റേറ്റിലാണ്, നല്ല അടിപൊളി റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഒരു ടീമിനോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഒരാൾക്ക് 2900 രൂപ എന്നാണ്. പക്ഷേ ബൈക്ക് റെൻറ്റിന് എടുക്കണം, അങ്ങനത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ 5 ആളുണ്ട് മുതിർന്നവർ, അതായത് 5 വയസ്സിന് മുകളിലോട്ടുള്ളവർ 5 പേരുണ്ട്. ഏകദേശം 14,500 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കൂട്ടറിലായിരിക്കും യാത്ര. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരുന്നു അത്. ഞങ്ങൾ വന്നിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് 12,800 രൂപയാണ് മോൻ അടക്കം, അതായത് സിഗ്മേഷൻ്റെ മോൻ അടക്കമുള്ള ചാർജ്. നമുക്കേ ഈ കൊടേൻ്റെ ചോട്ടിലിരിക്കാം, ഒരു ബെഡ് ഉണ്ടാവും, 100 രൂപയാണ് ചാർജ് ഈടാക്കുക. വേണേൽ കിടക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ പൈസ വാങ്ങാൻ ആൾ വന്നിട്ടില്ല. ഞങ്ങൾ ഇരിക്കുകയാണ്, ആരെങ്കിലും വരികയാണ് പൈസ കൊടുക്കാലോ എന്ന്. സോറി, 100 അല്ല കേട്ടോ, 200 രൂപ. നിങ്ങൾക്കറിയാലോ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എർട്ടിക കാറിലാണ്. താമസിക്കുന്നത് സ്വിമ്മിംഗ് പൂളുള്ള ഒരു ഹോട്ടലിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 12,800 അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിൽ ഏറ്റവും കുറഞ്ഞ ചാർജാണ് ഞാൻ പറഞ്ഞ 2,900 വെച്ചുള്ളത്. ഒരുപാട് മാറ്റം കണ്ടില്ലേ. പിന്നെ നമ്മളോട് മറ്റൊരു ടീം പറഞ്ഞത് 20,000 രൂപയാണ്. പക്ഷേ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത റൂമും സ്കൂട്ടർ റെൻറ്റിനും എടുക്കുന്ന കാര്യമാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിൽ ചിലവഴിച്ചു. പിന്നീട് ഞങ്ങൾ തിരിച്ചു കയറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണമല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ ഗോവയിൽ കാണാൻ കിടക്കുകയല്ലേ. സൈഡിലുണ്ടോ ചെരുപ്പുകൾ, തുണികൾ, ഗ്ലാസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല, മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് സ്നോ വേൾഡ്.
അവിടെ ഞങ്ങൾ കയറുന്നില്ല. ഒരുപാട് പേരവിടെ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. നമ്മളത് ഒഴിവാക്കി. നമുക്കിനി സമയമില്ലല്ലോ ഇവിടെ. ഇതാണ് സ്നോ വേൾഡ്. നമ്മളവിടെ കയറുന്നില്ല. നമ്മൾ അടുത്ത ബീച്ചിലോട്ട് പോവാം. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന പോലെ നമ്മുടെ പാക്കേജിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുകയും ചെയ്യും. ഇതേ കാറിൽ തന്നെ 2 ദിവസം കറങ്ങുകയും ചെയ്യാം. നമ്മൾ അടുത്ത ഒരു ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ബീച്ചിലോട്ട് വരുന്ന വഴി നല്ല രസമുണ്ട് കേട്ടോ. ഇന്നിയൊക്കെ ഉള്ളൊരു ബീച്ച്. അങ്ങോട്ട് വരുന്ന വഴി നമ്മളിപ്പോൾ പോകുന്ന ബീച്ചിൻ്റെ പേര് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കലാം ഗോട്ട് ബീച്ചാണിത്. നല്ലൊരു ബീച്ചാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാഗാ ബീച്ച് പോലെ അത്ര തിരക്കുള്ളൊരു ബീച്ചല്ല. എങ്കിലും ആൾക്കാരുണ്ട്. വാഗാ ബീച്ചിൽ പോലത്തെ അത്ര ഒരു തിരക്കുള്ളൊരു ബീച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ആ ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളവർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മുന്നിൽ ഇങ്ങോട്ട് വന്നാണ്. ചിൽഡ്രൻസ് സിക്കുവിൻ്റെ സന്താനം. ഇത് എൻ്റെ സന്താനം. അവിടെ എവിടെ പോയിരിക്കാം. അവർക്ക് അതിൻ്റെ അടുത്ത് ഇരിക്കാം. 200 കൊടുത്തിട്ടേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കിടക്കുന്നതിന് പൈസ കൊടുക്കണ്ട. പക്ഷേ ഇവരുടെ ഏതെങ്കിലും ഗെയിമുകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കഴിക്കുകയോ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരു സാധനം വാങ്ങി. നമ്മൾ ആ ബെഡിൽ ഇരിക്കുന്നതിനെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ഗെയിംസിൽ പങ്കെടുക്കുകയോ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വാട്ടർ മിൽക്ക് വാങ്ങി. പക്ഷെ വായിൽ വെക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മോശമാണ്. 120 ഉറുപ്പ്യാണ്. അപ്പോൾ 2 വാട്ടർ മിൽക്ക് വാങ്ങിയിട്ട് കിടക്കുന്ന കിടപ്പാണ് ആ കണ്ടത്. നമ്മുടെ ഫഹദ് ഫസീലിൻ്റെ ഒക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ നമിത പ്രമോദ് ഈ ഒരു സാധനത്തിലാണ് ഇവിടെ വാട്ടർ ഗെയിം ചെയ്യുന്നത്. അത് ഈ ബീച്ചിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്കറിയില്ലേ. ഇവിടുത്തെ ആൾക്കാരോട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പം അവർ പറഞ്ഞ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഈ ബീച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞാണ്. ഇതാ ഒരുപാട് പാരാച്ചൂട്ടുകളുണ്ട്. പാരാസൈക്ലിംഗ് ഇവിടെ ഒരുപാടുണ്ടത്. പിന്നെ നമ്മൾ വാങ്ങിയ വാട്ടർ മിൽക്ക് വെറുതെ ഒന്നിനും കൊള്ളില്ലാത്ത വാട്ടർ മിൽക്കായിരുന്നു. 120 ഉറുപ്പ്യായിരുന്നു ഒരു വാട്ടർ മിൽക്കിന്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങി വെറുതെ കളഞ്ഞു. പക്ഷേ കുറേ നേരം ഞങ്ങൾ ആ ബെഡിൽ കിടന്നു. അങ്ങനെ ഞങ്ങളത് മുതലാക്കി. പാരാസൈക്ലിംഗ് ചെയ്യുന്നതിന് 1200 രൂപയാണ് ഒരാൾക്ക്. 2 ആൾക്കാണെങ്കിൽ 2000 രൂപ. അങ്ങനെയാണ്. വെള്ളത്തിൽ ഓടിപ്പോന്നിട്ടില്ലേ. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കടലിൽ കിടക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതാണോ സമയം. ഈ ബീച്ചിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാഗാ ബീച്ചിൽ അത്ര തിരക്കില്ല. വരുന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് വെയിലുള്ള സമയമാണ്. വൈകുന്നേരം ആയിട്ടുണ്ട്. 4 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടേക്കൊക്കെ രാത്രി ആകുമ്പോഴാണ് ആൾക്കാർ വരിക. DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ DJ പാർട്ടിക്ക് നിൽക്കുന്നില്ല. ഞങ്ങൾ വേറൊരു ബീച്ചിലോട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. 6 മണി വരെയാണ് നമ്മുടെ കാർ സർവീസ് ഉള്ളത്, ബുക്ക് ചെയ്തിരിക്കുന്നത്. 6 മണിക്ക് നമ്മളെ റൂമിലെത്തി. നമ്മളെ കാറ് ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മഡ്ഗോവയിൽ നിന്നും നമ്മളെ താമസ സ്ഥലത്തേക്ക് എത്തിക്കും. 1800 രൂപയാണത്. നമുക്ക് റൂമിന് വരുന്നത് 2 റൂം 4250 രൂപ പ്ലസ് ഒരു 550 രൂപ സിഗ്നേഷന് മോനും 5 വയസ്സായതുകൊണ്ട്.
അങ്ങനെയാണ് റൂമിൻ്റെ ചാർജ്. പിന്നെ ഒരു ദിവസം മുഴുവൻ നമുക്ക് കാർ ഓടിക്കാം. അതിന് വരുന്നത് 1800 രൂപയാണ്. നമുക്ക് 2 ദിവസം ഗോവയിലുണ്ടാവും. 2 ദിവസത്തേക്ക് നമുക്ക് റൂമും പിന്നെ കാറിൻ്റെ സർവീസും ഒക്കെ കൂടെ വരുന്നത് 12,650 രൂപയാണ്. റൂമും കാറിൻ്റെ സർവീസും ഒക്കെ കൂടെ. നമ്മളതിലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഗോവയിൽ വന്നിറങ്ങിയിട്ട് ഫുഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം നമുക്ക് ഇതിൽ ഇൻക്ലൂഡാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പും അത് രണ്ടും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാക്കേജ് ഒരുക്കി തന്നവർ നമ്മുടെ കോഴിക്കോട് കക്കോടിയുള്ളൊരു ടീമാണ്. നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അവരുടെ നമ്പറൊക്കെ നമ്മൾ അവസാന വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ വെള്ളത്തിനൊക്കെ നമ്മൾ പറയുന്ന പോലെയല്ല, നല്ല പൈസ കൊടുക്കണം കേട്ടോ. ചിലപ്പം ഇരട്ടി പൈസയൊക്കെ വാങ്ങിക്കളയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പിന്നെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വേറെയാണല്ലോ. നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അടിപൊളി ബീച്ചാണ് ഈ ബീച്ച്. ഇപ്പോൾ സമയം 5 മണിയായി. ഞങ്ങൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ്. ഇനി റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അതിനുശേഷം രാത്രിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു ബീച്ചിലോട്ടൊക്കെ. അപ്പോൾ കാറുകാരനെ 6 മണിക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ഞങ്ങളതിന് റൂമിൽ കൊണ്ടാക്കിയിട്ട് കാറുകാരൻ പോകും. പിന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ വേറൊരു ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആ ബീച്ചിലോട്ട് പോകും. പിന്നെ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത പരിപാടി തുടങ്ങി. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് ഡോൾഫിൻ പോയിൻറ്റിലെ കാഴ്ചകളായിരുന്നു. പിന്നെ നമ്മൾ ഗോവയിൽ എത്തുന്ന വീഡിയോസ് അതൊക്കെ കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ. എല്ലാം നല്ല മനോഹരമായ വീഡിയോസാണ്. നല്ല രസമുണ്ട് ആ പൂക്കൾ കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ കിടിലൻ കാഴ്ചകളും ഗോവയിലെ ഞങ്ങളുടെ ഹാപ്പിനെസ്സും ഞങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ.